ഹായ്, ഇതേപോലത്തെ ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുത്താലോ? തുലിപ്സ് ഫ്ലവേഴ്സ്. ഈ ഒരു ഷീറ്റിലെ പേപ്പേഴ്സ് കൊണ്ടിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അതിനൊരു ഗ്ലൂ വേണം, എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വേണം, അതേപോലെ സിസേഴ്സും വേണം. ഈ ഒരു പാക്കറ്റിന് ജസ്റ്റ് 45 റുപ്പീസ് 40 റുപ്പീസ് എന്തോ വരുന്നുള്ളൂ. ചെറിയ പേപ്പേഴ്സാണ്. പക്ഷേ ഒരു പേപ്പറിൽ തന്നെ നമുക്കൊരു 4 ഫ്ലവറൊക്കെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം കളേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഞാനിപ്പോൾ ഇവിടെ നമുക്കൊരു 10 മിനിറ്റ്സ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലിങ്ങനെ വെറുതെ നോക്കിയപ്പോൾ കണ്ടതാണ്. ഇപ്പം നമ്മുടെ എല്ലാ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുമായിരിക്കും ഇത്തരം പേപ്പേഴ്സൊക്കെ. ഇതിൻ്റെ വലിയ പേപ്പേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ചെറുത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു പേപ്പറിനെ തന്നെ 4ആയിട്ട് ഇത് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. അതിനകത്ത് ഒരു പീസ് മാത്രമാണ് നമുക്ക് ആവശ്യം. സോ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ പേപ്പറും കറക്റ്റായിട്ട് ഡിഫൈനായിട്ട് നമ്മൾ ചെയ്യണം. കാരണം ആ ഒരു എന്താ പറയുക, ആ ഒരു മടക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോഴും അത് ഫോൾഡ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. സോ ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മളിങ്ങനെ ഒരു പേപ്പറിനെ എത്ര മടക്കാൻ പറ്റുമോ ആ രീതിയിൽ മടക്കേണ്ടി വരും. പക്ഷെ ആ ഒരു നൂത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടേക്കാണ് കട്ടിങ്സ് വേണ്ടത്. കണ്ടില്ലേ, 4 സൈഡിലും സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒരു കട്ടിങ്സ് കൊടുക്കുക. അത് കയറിപ്പോകാൻ പാടില്ല, കാരണം നമ്മുടെ ഫ്ലവേഴ്സ് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. സോ ഈ രീതിയിൽ എടുത്തിട്ട് അത്യാവശ്യം നല്ല പെട്ടെന്ന് ഒട്ടുന്നൊരു ഗ്ലൂ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് നല്ലതാണ്. ബിക്കോസ് അത് കുറച്ചുകൂടെ നന്നായിട്ട് സ്റ്റിക്കായിരിക്കാൻ നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന ഗ്ലൂ അനുസരിച്ചിരിക്കും. കുറച്ച് ഫാസ്റ്റിൽ ഒട്ടണതാണെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചിട്ടിരിക്കേണ്ടി വരും. നമ്മളിപ്പോൾ എല്ലാ ക്രാഫ്റ്റ് വീഡിയോയിലും ഓരോരുത്തർ ഗ്ലൂ ഒട്ടിക്കുന്നു, പെട്ടെന്ന് ഉണങ്ങുന്നു, അതൊക്കെ വിചാരിക്കും. പക്ഷേ ചെറിയ കുട്ടികൾ അതൊന്നും കണ്ടിട്ട് നമ്മുടെ അങ്ങനെ സെറ്റ് ആവുന്നില്ല വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ എല്ലാവരും കട്ട് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അതായത് നമ്മളിപ്പോൾ ഒട്ടിക്കുന്ന മാത്രമേ കാണിക്കുള്ളൂ. അത് സ്റ്റിക്കാവാൻ കുറച്ച് ടൈം എടുക്കും. നമ്മളത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ അത്രയും പേഷ്യൻസ് ആയിട്ട് കാണുക, ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോയും പെർഫെക്റ്റായിട്ട് കിട്ടുന്ന പോലെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കിട്ടണമെന്നില്ല. സോ പിന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെയും പകുതി പേപ്പർ മതി. ഞാൻ ഫസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ഭയങ്കര തിക്നെസ് തോന്നുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഒരു ഷീറ്റിന് തന്നെ പകുതി പേപ്പർ മതി. അത് ഞാൻ പറഞ്ഞത്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ കുറേ ക്രാഫ്റ്റ് നമുക്ക് കുഞ്ഞുമക്കൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാനും പറ്റും. ഇപ്പോൾ പേരൻസിനാണെങ്കിലും അവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ ആ ഒരു ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റെമ്മ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കും. വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞില്ലേ ട്യൂലിപ്സ് ഫ്ലവർ. ഈ ഒരു രീതിയിൽ നമുക്കിപ്പം കുഞ്ഞി മക്കളുടെയൊക്കെ വർക്കിംഗ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതർവൈസ് നമുക്ക് തന്നെ ഒരു ഫ്ലവർ വേസിനകത്തൊക്കെ ഷോ കേസിൽ വെക്കാനൊക്കെ ആയിട്ട് നല്ലതായിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത്രയും കളേഴ്സാണ് അതിൽ നിന്ന് കിട്ടിയത്. അത്യാവശ്യം കളേഴ്സ് അവരതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടമായാൽ കൂടെ കുടിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.